Good morning, students. Adutha question is solve the recurrence relation an equal to 8an minus 1 plus 10 raised to n minus 1 with a0 is equal to 1, a1 is equal to 2 by using generative function. Generative function ഉപയോഗിച്ച് recurrence relation solve ചെയ്യണം. നമുക്ക് a ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ഇക്വേഷൻ എടുക്കുക. an is equal to 8an minus 1 plus 10 raised to n minus 1. ഇതിനെ നമ്മൾ x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? an x raised to n is equal to 8 into an minus 1 x raised to n plus 10 raised to n minus 1 into x raised to n. ഇനി നമ്മൾ ഇതിന്റെ ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് n minus 1 ആണ്. ടേക്കിംഗ് സമ്മേഷൻ എടുക്കുക. സിഗ്മ n equal to 1 to infinity. ഇവിടെ n minus 1 ആയതുകൊണ്ട് n equal to 1 to infinity an x raised to n is equal to 8 into sigma n equal to 1 to infinity an minus 1 x raised to n plus sigma n equal to 1 to infinity 10 raised to n minus 1 x raised to n. Left hand side right hand side la nammal sigma notation eduthu. Ini nammal idu expand cheyumbo n equal to 1 kodukkumbol namukku endha kittunne a1 x adutha endana a2 x square adutha a3 x cube plus etc. Right hand side 8 into ഇവിടെ നമ്മൾ n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? a0 x plus a1 x square plus a2 x cube plus etc. plus ഇവിടെ n equal to 1 കൊടുക്കുമ്പോൾ 10 raised to 1 minus അപ്പോൾ നമുക്ക് 1 into ആദ്യത്തെ ടേം x plus n ന് 2 കൊടുക്കുമ്പോഴോ 2 minus 1 അപ്പോൾ 10x square x plus 10x square. അടുത്തത് n ന് 2 കൊടുക്കുമ്പോഴോ n ന് 1 കൊടുത്തു 2 കൊടുത്തു ഇനി 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ 10 square x cube plus etc. x plus 10x square plus 10 square x cube plus etc. ഇനി ഇവിടെ നോക്കാം നമ്മുടെ g of x എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? g of x എന്നുള്ള ഫംഗ്ഷൻ a0 plus a1x plus a2x square plus a3x cube plus etc. എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നോക്കിയിട്ട് ഇവിടെ നമുക്ക് കുറവുള്ള എന്താണ്? ഈ a0 ഇങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? a1x plus a2x square plus a3x cube etc. കിട്ടും. അതാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? g of x minus a0. അപ്പൊ ഈ ഒരു സീക്വൻസില് ഇല്ലാത്ത എന്താണ്? a0 ആണ്. a0 ഇങ്ങോട്ട് പിടിച്ചു വലിച്ചപ്പോ ഇതിന് പകരം നമുക്ക് g of x minus a0. റൈറ്റ് ആൻസർ 8 into ഇവിടെ a0x plus a1x square plus a2x cube ൽ നിന്ന് x നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ a0 plus a1x plus a2x square plus etc. ഇവിടെ നമുക്ക് x plus 10x square plus 10 square x cube etc. ൽ നിന്ന് x നെ പുറത്തെടുക്കും. x നെ നമ്മൾ പുറത്തെടുത്താൽ 1 plus 10x plus 10 square x square plus etc. ഇവിടെ നമുക്ക് g of x minus a0 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. a0 is equal to 1 is equal to 8 into x into a0 plus a1x plus a2x square എന്ത് കൊടുക്കാം? g of x കൊടുക്കാം plus x into 1 plus 10x plus 10 square x square etc. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 1 by 1 minus x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus x plus x square plus x cube plus etc. ആണ്. അപ്പോൾ 1 by 1 minus 10x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 plus 10x plus 10 square x square plus etc. ഇവിടെ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം? 1 by 1 minus 10x. ഇവിടെ വരെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റെക്കൺസിലേഷനെ g of x ലേക്കും x ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഈ ടേമിനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ g of x minus 8x g of x ഇവിടെ വരും. ഈ 1 നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 1 plus x by 1 minus 10x. ഇനി നോക്കാം. ഇവിടെ കോമൺ ആയിട്ടുള്ളത് 1 minus 8x g of x is equal to ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? 1 plus x by 1 minus 10x. അപ്പൊ g of x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 1 minus 8x plus
x by 1 minus 8x into 1 minus 10x. G of x in the value 1 by 1 minus 8x plus x divided by 1 minus 8x into 1 minus 10x. ഇതിൽ രണ്ടാമത്തെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ഇൻടു പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 plus x by 1 minus 10x നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus 10x plus x divided by 1 minus 10x എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus 10x plus x 1 plus 1 minus 9x by 1 minus 10x. ഇവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ therefore g of x എന്ന് പറഞ്ഞാൽ ഈ 1 minus 8x അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് 1 minus 9x divided by 1 minus 8x into 1 minus 10x ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ വരുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ഈ 1 plus x by 1 minus 10x സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 1 minus 10x plus x by 1 minus 10x. അപ്പോൾ 1 minus 10x plus x by 1 minus 10x എന്ന് പറഞ്ഞാൽ 1 minus 9x by 1 minus 10x. അതിനുശേഷം ഈ കോമൺ ആയിട്ടുള്ള gx മാറ്റി വെച്ചിട്ട് 1 minus 8x അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 1 minus 9x by 1 minus 8x into 1 minus 10x. ഇനി നമ്മൾ ഇതിനെ റിസോൾവ് ഇൻടു പാർഷ്യൽ ഫ്രാക്ഷൻ. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. രണ്ട് ടേം ആയിട്ട് തിരിക്കും. അങ്ങനെ തിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 by 1 minus 9x by 1 minus 8x into 1 minus 10x. ഇതിനെ a by 1 minus 8x plus b by 1 minus 10x. പാർഷ്യൽ ഫ്രാക്ഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus 9x ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തം ഗുണിച്ചു കഴിയുമ്പോൾ ഇവിടെ 1 minus 9x വരും. ഇവിടെ a into 1 minus 10x വരും plus b into 1 minus 8x. ഈ a യും b യും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. We have to evaluate a and b. a and b ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് x ന് 1/8 കൊടുക്കാം. x ന് 1/8 കൊടുത്തു കഴിയുമ്പോൾ 1 minus 9/8 is equal to a into 1 minus 10/8 plus ഇവിടെ x ന് 1/8 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിരിക്കും. അപ്പോൾ 1 minus 9/8 എന്ന് പറയുന്നത് 8 minus 9. 8 minus 9 എന്ന് പറയുമ്പോൾ minus 1/8 is equal to a into 8 minus 10/8. അപ്പോൾ minus 2 divided by 8. 8 നമ്മൾ വെട്ടിക്കളഞ്ഞു. മൈനസ് കളഞ്ഞു കഴിയുമ്പോൾ എയുടെ വാല്യൂ എത്ര കിട്ടും? എയുടെ വാല്യൂ 1. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/2. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് x എന്ത് കൊടുക്കാം? 1/10 എന്ന് കൊടുക്കാം. x 1/10 കൊടുക്കുമ്പോൾ 1 minus 9/10 is equal to ഇവിടെ 1/10 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പോകും. സെക്കൻഡ് ടൈം എന്തായി പോകും? 1 minus 8/10. 1 minus 9/10 എന്ന് പറഞ്ഞാൽ 10 minus 9/10 എന്ന് പറഞ്ഞാൽ 1/10 is equal to ഇവിടെ b into 10 minus 8. അപ്പോ 2/10. ഈ 10 വെട്ടിക്കളഞ്ഞു. ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1. അപ്പൊ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ g of x ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ g of x എന്താണ്? g of x എന്ന് പറഞ്ഞാൽ g of x is equal to a by 1/2 by 1 minus 8x plus 1/2 by 1 minus 10x. ഇതിൽ നിന്ന് നമുക്ക് a ഡയറക്റ്റ് ആയിട്ട് എഴുതാം. a is equal to 1/2 into 1 by 1 minus 8x ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 8 raised to n plus 1 by 1 minus 10x ആണെങ്കിൽ എന്തായിരിക്കും? 10 raised to n. നമ്മൾ കോമൺ ആയിട്ടുള്ള 1/2 നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പൊ നമുക്ക് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ a ന്റെ വാല്യൂ എന്ത് കിട്ടി? 1/2 into ബ്രാക്കറ്റിലെ 8 raised to n plus 10 raised to n. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം 1 by 1 minus 8x ആണെങ്കിൽ 8 raised to n
1/1 minus 10x ആണെങ്കിൽ 10 raised to n. 1/1 minus 3x ആണെങ്കിലോ 3 raised to n. 1/1 minus 2x ആണെങ്കിലോ 2 raised to n. പിന്നെ നമ്മൾ സീരീസ് ഒന്നും എഴുതാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. അപ്പൊ ആ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്ത് എന്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്റെ വാല്യൂ എന്താണ്? 1/2 into 8 raised to n plus 10 raised to n. അപ്പൊ ഇത് ചെയ്ത പ്രോസസ് എന്താണ്? ആദ്യം ഞാൻ x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്റെ ലോവസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് n-1 ആണ്. അതുകൊണ്ട് സിഗ്മ n equal to 1 to infinity കൊടുത്തു. ബോത്ത് സൈഡിൽ n equal to 1 to infinity കൊടുത്തു. അങ്ങനെ n equal to 1 to infinity കൊടുത്തതിന് ശേഷം അത് എക്സ്പാൻഡ് ചെയ്തപ്പോ അതിനെ g of x ലേക്കും x ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് എയും ബിയും കണ്ടുപിടിച്ചു. അതിനുശേഷം ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് a ന്റെ വാല്യൂ എന്ത് കിട്ടി? 1/2 into 8 raised to n into 8 raised to n plus 10 raised to n. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ജനറേറ്റീവ് ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. റെക്കറൻസ് റിലേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡ് തന്നെ ചെയ്തു കേട്ടോ. ഓക്കെ.